അപ്പോഴേ എല്ലാവർക്കും ഹാപ്പി സൺഡേ. സൺഡേ സ്പെഷ്യലായിട്ടൊന്നും കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. ഇന്ന് റെസ്റ്റ് ഡേ എന്നാണ് ഞാൻ പറയുന്നത്. ഇന്ന് റെസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഫ്രിഡ്ജിൽ ചട്ടി, ചിക്കൻ ചുക്കയുടെ ചട്ടി, അങ്കമാലി മാങ്ങാക്കറിയുടെ ചട്ടി, അങ്ങനെ ചട്ടികളുണ്ടായി. അതൊക്കെ കാലിയാക്കിയിട്ടായിരുന്നു. അപ്പോൾ അത് ചൂടാക്കിയെടുത്തു. ചിക്കൻ ചുക്ക ചൂടാക്കിയെടുത്തു. പിന്നെ ഒരു സാൽച്ചേട്ടൻ ഒരു 3-4 കരിമീൻ പിടിച്ചുകൊണ്ട് വന്നിട്ട് കെട്ടിയിരുന്നു. അത് ഇന്നൊരു പണിയായിരുന്നു. അത് വെട്ടിത്തേച്ച് കഴുകി വറുത്ത്. പിന്നെ 2 നമ്മുടെ വിളമീൻ്റെ കഷ്ണം 2 പുളിയിട്ട് വറ്റിച്ചിട്ടുണ്ടായിട്ടാണ്. അപ്പോൾ ഈ പുളിയിട്ട് വറ്റിക്കണ കറിയൊന്ന് മീനൊന്ന് വറുത്ത് നോക്കിയാൽ എന്ത് രുചിയാണെന്നറിയാമോ. അതിന് ഉപ്പും പുളിയൊക്കെ പിടിച്ച് കഴിയുമ്പോൾ സൂപ്പറാണ്. കൊച്ചിക്കാരുടെ സ്പെഷ്യലാണ് കേട്ടത്. ചാളയൊക്കെ പുളിയിട്ട് വറ്റിച്ചിട്ടും പിറ്റേ ദിവസം ഇതൊന്ന് വറുത്ത് നോക്കിയേ. പുളിയും ഉപ്പൊക്കെ പിടിച്ച് അധികം മുരിക്കണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്പുറം ഇപ്പുറം ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് 2 കഷ്ണമുണ്ട്. പിന്നെ 3-4 മീനും ഉണ്ട് കേട്ടോ. പിന്നെ 2-3 മുട്ട വറുത്തെടുത്ത് സ്പെഷ്യലായിട്ട്. സൺഡേ സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ. 2-3 മുട്ട വറുത്തെടുത്ത് കേട്ടോ. കോഴിമുട്ടയാണ്. പിന്നെ ഇന്നലത്തെ അങ്കമാലി മാങ്ങാക്കറി ഉണ്ട്, അത് ചൂടാക്കി തീർത്തു. ഇതുകൊണ്ട് ചാറിന് അതാണുള്ളത്. അതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യലി. അപ്പോൾ ഞാൻ 2-3 മുട്ട വറുക്കണേ കേട്ടോ. കോഴിമുട്ടയാണ്. എന്നിട്ട് ഒരു സ്പെഷ്യൽ ഇതാണ്. താറാമുട്ടയാണെങ്കിൽ കുറേ ഉണ്ടാവും. പക്ഷെ ഇത് കോഴിമുട്ട ആയതുകൊണ്ട് അല്പമേ ഉള്ളൂ. 3 മുട്ടയാണ് അത്. ഇതിൽ പച്ചമുളകിന് പകരം ഞാൻ കാന്താരി മുളകാണ് കേട്ടോ ഇട്ടേക്കണത്. കാന്താരി മുളക് ഒന്ന് പൊട്ടിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഉള്ളിയാണ് എടുത്തേക്കണത്. കൊച്ചുള്ളി ഇത്തിരി അധികം എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മുട്ട പൊരിച്ചത് റെഡിയായി. അപ്പോൾ മീൻ ഞാൻ വറുക്കാൻ വെച്ചിരുന്നു. ഇത് ചെമ്മീൻ കെട്ടിന്ന് താലിച്ചിട്ടം പിടിച്ചിട്ട് വന്നതാണ്. 1 മണിക്കൂർ മുമ്പ് ഞാൻ ഇത് പുരട്ടി വെച്ചിരുന്നു. മസാലയൊക്കെ പുരട്ടി. അപ്പോൾ അത് വറുത്തെടുക്കാം. ഇത് 4 മീനുണ്ട് കേട്ടോ. ഒരെണ്ണം നച്ചറയാണ്, 3 കരിമീനാണ്. അതിൽ 1 വലുതുള്ളൂ, ബാക്കി 2 ഇത്തിരി ചെറുതാണ്. എപ്പോഴും ഞങ്ങൾക്ക് നച്ചറയാണ് കേട്ടോ കിട്ടുന്നത്. എന്താണെന്നാവോ, ഇന്ന് ഭാഗ്യത്തിന് 2-3 കരിമീൻ കിട്ടി. എപ്പോഴും ഈ നച്ചറ മീനാണ് കിട്ടുന്നത്.
അപ്പോൾ മീൻ വറുത്തത് നമ്മൾ എടുത്ത് മാറ്റി കേട്ടോ, 4 മീനും. ഇനി നമ്മൾ ചെയ്യാൻ പോകണം എന്താണ്, ഈ പാനിലേക്ക് തന്നെ ഇതേ വിളമീൻ കറി വെച്ച് അന്ന് 2 ദിവസം മുമ്പ് ഞാൻ പുളിയിട്ട് പറ്റിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ 2-3 കഷ്ണം വിളമീൻ്റെ 2-3 കഷ്ണം മീൻ മാത്രമുണ്ട്, ചാറൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അത് പുളിയിട്ട് പറ്റിച്ചെടുത്തിട്ട് ഇതിങ്ങനെ ഒന്ന് അങ്ങോട്ട് വറക്കുമ്പോൾ ഉണ്ടല്ലോ അടിപൊളിയായിട്ട്. അധികം മൊരിക്കണമെന്നില്ല, വെന്ത സാധനമല്ലേ, പക്ഷേ പുളിയൊക്കെ പിടിച്ചിട്ടുണ്ടാവുമല്ലോ, നല്ല ടേസ്റ്റാണ് കേട്ടോ. അതൊന്ന് പതുക്കെ ഒന്ന് നമുക്ക് വറുത്തെടുക്കാം. പതുക്കെ ചെയ്താൽ മതി, വെന്തതായതുകൊണ്ട് അധികം മുരിക്കണ്ട. പുളി ഉപ്പൊക്കെ പിടിച്ച മീനാണിത്. ഇങ്ങനെ ഞാൻ ചാളയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. ചാള പുളിയിട്ട് പറ്റിച്ചിട്ട് ഇങ്ങനെ അവത്തിന്ന് എടുത്ത് വറുക്കും, നല്ല രസമായിരിക്കും കേട്ടോ. അത് കൊച്ചിക്കാരുടെ ഒരു സ്പെഷ്യലാണ് കേട്ടോ അങ്ങനെ ചെയ്യണത്. എല്ലാവരും ചെയ്യുവാന്ന് എനിക്കറിയില്ല, കൊച്ചിക്കാരിക്കടെ ഒരു സ്പെഷ്യലാണ്. മീൻ കറി വെച്ചും ചാളയാണ് മിക്കവാറും ചെയ്യുന്നത്. കറി വെച്ചിട്ട് പിറ്റേ ദിവസം ആ പുളിയൊക്കെ പിടിച്ച മീനെടുത്തൊന്ന് പതുക്കെ വറക്കും, നല്ല ടേസ്റ്റാണ്. ഇത് ഇത്ര മതി, നമുക്കൊന്ന് ഇതൊന്ന് വാടിയാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു സ്പെഷ്യൽ എന്താണെന്നോ, ഇന്നലത്തെ അങ്കമാലിക്കറി ഇത്തിരി ഇരിപ്പുണ്ട്, മാങ്ങാക്കറി. അപ്പോൾ അത് ഞാൻ ചൂടാക്കണേണ്. അപ്പോൾ ചട്ടിയും കാലിയാവും, ഫ്രിഡ്ജും കാലിയാവും. ഇന്നത്തെ എടുക്കുമ്പോൾ ഈ കറി തീരും. ഒരു ചാറ് കറിയും ആവുമല്ലോ. അങ്കമാലി സ്പെഷ്യൽ മാങ്ങാക്കറി ഒന്ന് ചൂടാക്കി എടുത്തതാണ്. ഇത് ഞങ്ങൾക്ക് ഉച്ചക്കത്തേക്ക് ധാരാളമാണ് കേട്ടോ ഈ ചാറ്. ചാറ് കറിയും ആവും. അപ്പോൾ ഒരു കറി എന്താണ്, ഇതാണ് ചിക്കൻ ചുക്ക. ചിക്കൻ ചുക്ക ഒന്ന് ചൂടാക്കി എടുക്കണതാണ്. ഒരു 5-6 കഷ്ണം ഉണ്ട്, ഇന്നലത്തെ ചിക്കൻ ചുക്ക കറി വെച്ചതാണ്. അപ്പോൾ ചട്ടിയും കാലിയാവും, ഫ്രിഡ്ജും കാലിയാവും. ഇതാണ് ഒരെണ്ണം, ചൂടാക്കിയെടുത്തതാണ്. നല്ല മണോട്ടാ. ഇത് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, കഴിക്കാം. അപ്പം ചിക്കൻ ചുക്കേന ഒരു ചെറുത് എടുക്കാൻ പോണേണ്. പിന്നെ ഈ വിളമീനാണ് കേട്ടോ ഞാൻ എടുക്കണത്, മറ്റേതൊന്നും എടുക്കണ്ട. അതൊരു കഷ്ണം എടുക്കണേ, 2 കഷ്ണമേ ഉള്ളൂ. പിന്നെ ഒരു കഷ്ണം മുട്ട എടുക്കാം കേട്ടോ, കോഴിമുട്ടയാണ്, അപ്പോൾ ഇത്ര ടേസ്റ്റ് കൂടുതലായിരിക്കും. പിന്നെ നമ്മുടെ അങ്കമാലിക്കറി അല്പം ചാറൊഴിക്കാം. എന്താ മണമെന്നാ ഉള്ളുവേട. ഇതിപ്പോൾ ആഴ്ച 2 ദിവസമൊക്കെ ഉണ്ടാക്കണുണ്ട് കേട്ടോ ഞാൻ. ഇവിടെ അപ്പനും മോനും ഭയങ്കര കൊതിയാണ് ഈ കറി. അപ്പോൾ കഴിക്കാം. അപ്പോൾ മാങ്ങാക്കറി ഇട്ട് ഒന്ന് കുഴച്ചൊരു ഇത്തിരി കഴിക്കട്ടെ. ഇന്ന് ഇത്തിരി കൂടി ടേസ്റ്റ് കൂടി. പിന്നെ ഈ വിളമീൻ്റെ നിതയും പൊന്നുമൊക്കെ പറയണ്ടായി, വിളമീൻ വറുത്താൽ ടേസ്റ്റാണ് ചേച്ചിന്ന്. ഞാൻ ഇത്തിരി ഇരിപ്പുണ്ട്, പക്ഷെ അത് വറുക്കാനാ ഒരു കറിക്കേ ഉള്ളൂ. ഒന്നെങ്കിൽ മാങ്ങയിട്ട് വെക്കണം, അല്ലെങ്കിൽ വറുക്കണം. ഞാൻ ചെയ്തിട്ടില്ല ഒന്നും. ഇതിലിപ്പോൾ പുളിയൊക്കെ പിടിച്ചേക്കണോണ്ട് എന്ത് രസമാണെന്നാ. അധികം ഒന്നും മരിച്ചിട്ടില്ല കേട്ടോ, പതുക്കെ ഒന്ന് വാട്ടിയിട്ടേ ഉള്ളൂ. പിന്നെ കോഴിമുട്ടയാണത്. കോഴിമുട്ട പിന്നെ പറയണ്ടല്ലോ, കോഴിമുട്ടക്ക് നല്ല വറുത്താൽ നല്ല ടേസ്റ്റായിരിക്കും. ചിക്കൻ ചുക്കനെ നോക്കട്ടെ. അടിപൊളി. അപ്പോൾ നിങ്ങളുടെ സൺഡേ സ്പെഷ്യൽ ഇതൊക്കെയാണ്. തട്ടിക്കൂട്ട് സ്പെഷ്യലാണ്. ഇന്നലത്തെ 2 കറിയുണ്ട്, ചിക്കൻ ചുക്കയുണ്ട്,
പിന്നെ അങ്കമാലി മാങ്ങാക്കറി ഉണ്ട്, പിന്നെ കരിമീൻ വറുത്തതുണ്ട് കേട്ടോ, പിന്നെ മുട്ട വറുത്തതും ഉണ്ട്. ഇതൊക്കെയുണ്ട് ഞങ്ങളുടെ സ്പെഷ്യലി. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാലും പെട്ടില്ലെങ്കിലും ഒരു ലൈക്ക് തരണേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടും നന്ദിയോടും കൂടി ബൈ.